ഹായ്, നമസ്കാരം. ടീ ടോക്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്ര നാളും ടീം മീഡിയയുടെ പ്രേക്ഷകർ കണ്ടിരുന്നത് ടീ ടോക്സിലെ ഇന്റർവ്യൂസും ഡിസ്കഷൻസും ഒക്കെ ആയിരുന്നല്ലേ. ഇന്ന് അതിൽ നിന്നെല്ലാം മാറി നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇന്നൊരു സിനിമയുടെ കുഞ്ഞു വിശേഷങ്ങളാണ് നമ്മൾ ടീ ടോക്സിലൂടെ പങ്കുവയ്ക്കുന്നത്. ഇന്ത്യൻ സിനിമയുടെ തന്നെ ചരിത്രത്തിലെ അന്നേ വരെ കാണാത്ത ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് തന്ന സിനിമയായിരുന്നു ബാഹുബലി. മുതിർന്നവരെന്നോ കുട്ടികളെന്നോ പ്രായഭേദമില്ലാതെ ഇന്ത്യക്കാർ മുഴുവനും മടുപ്പില്ലാതെ കണ്ട ഒരു സിനിമയായിരുന്നു അത്. പാൻ ഇന്ത്യ എന്ന് പറയുന്ന വേർഡ് നമ്മൾ ആദ്യമായി കേൾക്കുന്നതും ഈ സിനിമയിലൂടെയാണ്. 10 വർഷം പിന്നിടുകയാണ് ബാഹുബലിയുടെ ആദ്യ ഭാഗം പുറത്തിറങ്ങിയിട്ട്. എന്നാലും ബാഹുബലി എന്ന് പറയുമ്പോഴുള്ള ആരവത്തിന് ഇന്നും ഒരു കുറവില്ല. ദേവസേനേനി നിന്റെ പത്നിയാ, ഞാൻ വാക്കുതരുന്നു. ഞാൻ നിന്റേത് മാത്രമായിരിക്കും. പണ്ട് മഴവിൽ മനോരമയിൽ 2 തെലുങ്ക് സിനിമകൾ വരാറുണ്ട്, ധീരയും അതുപോലെ തന്നെ ഈച്ചയും. അത് കണ്ട് ഫാനായ ഒരു കുട്ടിക്കാലം നമുക്കുണ്ടായിരുന്നല്ലേ. ധീരയുടെ സംവിധായകൻ അല്ലെങ്കിൽ ഈച്ചയുടെ സംവിധായകൻ എന്ന് പറയിപ്പിച്ചവരെ കൊണ്ട് SS രാജമൗലി എന്ന പേര് ഒരു ടാഗാക്കി മാറ്റിയ ഒരു സിനിമ കൂടിയായിരുന്നു ബാഹുബലി. 2015 ബാഹുബലി ദി ബിഗിനിങ് എന്ന് പറയുന്ന സിനിമ ഇറങ്ങുന്നത്. അതിനുശേഷം 2017 ബാഹുബലി ദി കൺക്ലൂഷൻ എന്ന 2ാമത്തെ പാട്ട് എത്തി. അന്ന് ആഗോളതലത്തിൽ 2460 കോടി രൂപയായിരുന്നു ആ സിനിമയുടെ കളക്ഷൻ. ബാഹുബലിയുടെ ആദ്യ ഭാഗം അവസാനിപ്പിക്കുമ്പോൾ എല്ലാ ഇന്ത്യക്കാർക്കും വലിയൊരു ക്യൂരിയോസിറ്റി ഇട്ടുകൊണ്ടായിരുന്നു രാജമൗലി അത് അവസാനിപ്പിക്കുന്നത്. എന്തിനായിരുന്നു കട്ടപ്പ ബാഹുബലിയെ കൊന്നത് അല്ലെങ്കിൽ കുത്തിയത്? അതിനൊരു ഉത്തരം നൽകാൻ രാജമൗലിക്ക് എടുത്തതോ 2 വർഷങ്ങളായിരുന്നു. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇപ്പോഴത്തെ ഏറ്റവും വലിയ ട്രെൻഡായ റിലീസുകളുടെ കൂട്ടത്തിലേക്ക് ബാഹുബലിയുടെ എൻട്രി വരികയാണെന്നാണ്. അതും ചുമ്മാ വന്ന് എൻട്രി ചെയ്ത് പോകാനല്ല അവരുടെ പ്ലാൻ. 2 സിനിമകളും, അതായത് ബാഹുബലി ദ ബിഗിനിങ്ങും ബാഹുബലി ദ കൺക്ലൂഷനും ചേർത്ത് ഒരൊറ്റ സിനിമയായിട്ട് ബാഹുബലി ദ എപ്പിക് എന്ന പേരോട് കൂടിയാണ് റിലീസിലെത്തുന്നത്. ബാഹുബലി റിലീസിനെത്തുമ്പോൾ പ്രേക്ഷകർ നമ്മളാരും ഇതുവരെ കാണാത്ത പല ഭാഗങ്ങളും അതുപോലെ തന്നെ എഡിറ്റിങ്ങിലും വളരെയധികം മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് റിലീസിനെത്തുന്നത്. അതിനുവേണ്ടി അണിയറിൽ വൻ പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രാജമൗലി ചെയ്യുന്നത് മഹേഷ് ബാബുവിന്റെ ഒപ്പമുള്ള ചിത്രമാണ്. അതുവരെ നിർത്തിവെച്ചിട്ടാണ് ബാഹുബലി ദ എപ്പിക്കിന് വേണ്ടി അവർ വർക്ക് ചെയ്യുന്നത്. ബാഹുബലിയുടെ 2 ഭാഗങ്ങളും ചേർത്ത് 5 മണിക്കൂർ വരെ നീളുന്ന സിനിമയെ ചുരുക്കി, എന്നാൽ അതിന്റെ കഥ ഒട്ടും ചോർന്നു പോവാത്ത രീതിയിൽ വേണം രാജമൗലിക്ക് സിനിമ റിലീസിനെത്തിക്കാൻ. അത് വളരെ റിസ്ക് ഉള്ള പരിപാടി തന്നെയാണ്. ഈ വരുന്ന ഒക്ടോബർ 30 സിനിമ ആഗോളതലത്തിൽ തിയേറ്ററുകളിൽ എത്തുന്നത്. തമിഴിലും മലയാളത്തിലും തെലുങ്കിലും ഹിന്ദിയിലുമായിട്ടാണ് സിനിമ റിലീസിനെത്തുന്നത്. അപ്പോൾ ബാഹുബലി എത്തുന്നത് 4K, IMAX, ഡോൾബി തുടങ്ങിയ പ്രീമിയം ഫോർമാറ്റുകളിലാണ്. നമ്മൾ ആരും ഇതുവരെ കാണാത്ത പല ഭാഗങ്ങളും സിനിമയിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായില്ലേ? അതെന്താണെന്ന് അറിയാൻ വേണ്ടി സിനിമയ്ക്ക് പോകുന്നവരാണ് കൂടുതൽ പേരും. അത് തന്നെയാണ് രാജമൗലി എന്ന സംവിധായകന്റെ കഴിവും. അപ്പൊ ഇനി അറിയാനുള്ളത്, ബാഹുബലി റിലീസിൽ വന്നിട്ട് ഇനി എത്ര കോടികൾ കളക്ഷൻ നേടുമെന്നാണ്. അപ്പൊ ബാഹുബലി ഫാൻസ് ആരും മിസ്സാക്കണ്ട. ഒക്ടോബർ 31 തന്നെ സിനിമ പോയി കാണണം. എപ്പിക്കിൽ എന്താണ് വെറൈറ്റി ആയിട്ടുള്ളതെന്ന് താഴെ വന്ന് കമന്റും ചെയ്യണം.